നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കുള്ളിൽ എന്നും കലപില കൂട്ടുന്ന ഈ മനസ്സ് ഒന്ന് നിന്നിരുന്നെങ്കിലെന്ന്? പുറം ലോകത്തെ ബഹളങ്ങളല്ല, നമുക്കുള്ളിലെ ചിന്തകളാണ് നമ്മെ തളർത്തുന്നത്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. വെറും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പുറം ലോകത്തെ ശബ്ദങ്ങളെ നിശ്ചലമാക്കി നമുക്കുള്ളിലെ ആ നിശബ്ദമായ സംഗീതം കേൾക്കാൻ സാധിച്ചാൽ, അതെ, തന്ത്രയുടെ ഏറ്റവും പുരാതനമായ ഒരു വിദ്യ. വെറും 2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മൗനത്തിൽ അലിയാൻ കഴിയും. ഈ അഖണ്ഡ മൗനയാത്രയിൽ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത് ശരീരത്തിൻ്റെ ഭാഷയാണ്. എങ്ങനെ നമുക്കൊരു പട്ടാളക്കാരൻ്റെ ശരീരത്തിൽ നിന്ന് സ്നേഹിക്കുന്നവൻ്റെ ശരീരത്തിലേക്ക് മാറാം. നമ്മുടെ വയറിൻ്റെ പിരിമുറുക്കം നമ്മുടെ സ്വപ്നങ്ങളെ മാറ്റും. ഇതൊരു സാധാരണ ക്ലാസ് അല്ല, ഇതൊരു തിരിച്ചുപോക്കാണ്. തിരമാലകളായ സുഖദുഃഖങ്ങളിൽ നിന്ന് സമുദ്രമായ നമ്മുടെ അസ്തിത്വത്തിലേക്കുള്ള മടക്കം. നമ്മെ കാത്തിരിക്കുന്നത് വെറുമൊരു മൗനമല്ല, മരണത്തെ പോലും തോൽപ്പിക്കുന്ന ആ ദിവ്യ ബോധമാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കുള്ളിലെ മൗനത്തെയും ദിവ്യബോധത്തെയും കണ്ടെത്തുവാനുള്ള ഈ മനോഹരമായ യാത്രയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് വരെ നമ്മൾ അവഗണിച്ചു പോന്ന നമ്മുടെ സ്വന്തം അസ്തിത്വത്തിൻ്റെ അടിത്തറയായ ശരീരത്തെ വീണ്ടും ഒന്ന് പരിചയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ശരീരത്തെ അവഗണിക്കുന്നത്? നമ്മുടെ സമൂഹം ചെറുപ്പം മുതലേ നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒളിച്ചോടുവാനാണ്. സ്കൂളുകളിൽ പഠിക്കുമ്പോഴും വീട്ടിൽ വളരുമ്പോഴും സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിനെ മാത്രം ശ്രദ്ധിക്കാനാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു കുട്ടി തൻ്റെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ ബോധവാനായി തീർന്നാൽ അവൻ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ലൈംഗികതയെക്കുറിച്ചും ബോധവാനായി തീരും. നമ്മുടെ സമൂഹം ഇതിനെ ഭയപ്പെടുന്നുണ്ട്. ശരീരം എപ്പോഴും ഒരു പ്രശ്നമായി അവർക്ക് തോന്നും. അതിനാൽ കുട്ടിയുടെ ശരീരത്തിനും മനസ്സിനും തമ്മിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കാൻ സമൂഹം ശ്രമിക്കുകയാണ് ഇവിടെ. ഈ വിടവിൻ്റെ ഫലമായി നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെ സ്പർശിക്കാൻ പോലും മടിക്കുന്നവരായി മാറി. അതിനെ ഒരു യന്ത്രമായി മാത്രം കാണുന്നവരായി തീരുകയാണ് നമ്മൾ. നമുക്കെപ്പോഴാണ് ഒരു ശരീരം ഉള്ളതായി ഓർമ്മ വരുന്നത്? തലവേദനിക്കുമ്പോഴോ? കാലിലൊരു മുള്ളു തറയ്ക്കുമ്പോഴോ? വേദനിക്കുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുന്ന ഒരു വസ്തുവായി നമ്മുടെ ശരീരം മാറിയിരിക്കുകയാണ്. എന്നാൽ തന്ത്ര പറയുന്നത് ശരീരം അത്രയ്ക്ക് സൂക്ഷ്മമായ ഒരു സംവിധാനമാണെന്നാണ്. ഒരു വിദഗ്ധനായ സാധകന് തൻ്റെ ശരീരത്തിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യൻ ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരാൾക്ക് തൻ്റെ ശരീരത്തിൽ ഒരു രോഗം വരുന്നത് 6 മാസം മുൻപേ അറിയാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ, അസ്വസ്ഥതകൾ, ഊർജത്തിൻ്റെ വ്യതിയാനങ്ങൾ എന്നിവ ശ്രദ്ധിച്ചാൽ രോഗം വരുന്നതിന് വളരെ മുമ്പ് തന്നെ നമുക്കതിനെ തടയാൻ സാധിക്കും. എന്നാൽ നമ്മൾ ശരീരത്തിൽ നിന്ന് ഇത്രയധികം അകന്നു പോയതുകൊണ്ട് രോഗം രൂക്ഷമായി വരുമ്പോൾ മാത്രമാണ് നമ്മൾ അത് തിരിച്ചറിയുന്നത്. ഇന്നത്തെ ലോകത്ത് ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകളേക്കാൾ സത്യം പറയുന്നത് അയാളുടെ ശരീരഭാഷയാണ്. ഒരു മനോരോഗ ചികിത്സകനോട് നമ്മൾ നുണ പറഞ്ഞേക്കാം, എന്നാൽ നമ്മുടെ ശരീരം നുണ പറയില്ല. ഒരു പട്ടാളക്കാരൻ മാർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾ ഒരു കളിപ്പാട്ടത്തെ പോലെയാണ് നീങ്ങുന്നത്. അയാളുടെ ശരീരം ഒരു മരത്തടി പോലെ ഉറച്ചതാണ്. എന്തുകൊണ്ടായിരിക്കും അത്? അതിൻ്റെ കാരണം അയാൾക്ക് വികാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കൊല്ലാനോ ചാകാനോ തയ്യാറെടുക്കുന്ന ഒരുവന് ശരീരത്തിൻ്റെ മൃദുലത നഷ്ടപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഭയപ്പെടുന്നവനാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. നമ്മുടെ വയറ് കല്ലുപോലെ കടുത്തിരിക്കും. നമ്മൾ പേടിക്കുമ്പോൾ ശ്വാസം ആഴത്തിലെടുക്കാൻ വയറ് അനുവദിക്കില്ല.
ആ വയറൊന്ന് നമ്മൾ തടവിയാൽ അല്ലെങ്കിൽ മെല്ലെ അയച്ചിട്ടാൽ നമ്മുടെ ഭയം പകുതി കുറയുന്നത് കാണാൻ കഴിയും. നമ്മൾ ദേഷ്യം അടിച്ചമർത്തുന്നവരാണെങ്കിൽ നമ്മുടെ കൈകളെ ശ്രദ്ധിച്ചാൽ കൈവിരലുകളിൽ ഒരുതരം പിരിമുറുക്കം നമുക്ക് അനുഭവപ്പെടും. നമ്മൾ സെക്സിനെ അടിച്ചമർത്തുന്നവരാണെങ്കിൽ ആ അടിച്ചമർത്തൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഭാഗങ്ങളിൽ ഒരുതരം തണുപ്പായി അല്ലെങ്കിൽ മരവിപ്പായി നിലനിൽക്കും. ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ശരീരം നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്നതാണ്. നമ്മുടെ ഓരോ പേശിയും ഓരോ അവയവങ്ങളും നമ്മോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന രീതി, നിൽക്കുന്ന രീതി, നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ കാണിക്കുന്ന പ്രതികരണം, ഇതൊക്കെ നമുക്കുള്ളിലെ ഭയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിച്ചമർത്തലുകളുടെയും അടയാളങ്ങളാണ്. വേദനിക്കുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട ഒരു വസ്തുവല്ല നമ്മുടെ ശരീരം. അതൊരു മഹാവിസ്മയമാണ്, അതൊരു വാഹനമാണ്, അതൊരു ക്ഷേത്രമാണ്. ഇന്നു മുതൽ നമ്മുടെ ശരീരത്തെ വെറുമൊരു വസ്തുവായി കാണുന്ന പരിപാടി നമുക്കങ്ങ് നിർത്താം. അതിനെ സ്നേഹത്തോടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ശ്വസിക്കുമ്പോൾ അത് നമ്മുടെ കൂടെയുണ്ട്. ആ ശരീരത്തെ ബഹുമാനിക്കാൻ പഠിക്കാം നമുക്ക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ വിദ്യകളും ഈ ശരീരത്തെ ഒരു ഉപകരണമാക്കി മാറ്റുവാനുള്ളതാണ്. ആ യാത്രയ്ക്ക് നമ്മളിപ്പോൾ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെയെല്ലാം ശരീരം ഒരു മഹാവിസ്മയമാണെന്നും അതൊരു വാഹനമാണെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പലപ്പോഴും ഈ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം നമ്മളതിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളാണ് ഈ പൂട്ടിൻ്റെ താക്കോലുകൾ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ വികാരങ്ങൾ ശരീരത്തിൻ്റെ ഏത് കോണിലാണ് ഒളിച്ചിരിക്കുന്നതെന്നും അതിനെ എങ്ങനെ മോചിപ്പിക്കാം എന്നതുമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വികാരങ്ങളെല്ലാം മനസ്സിൻ്റെ മാത്രമാണെന്നാണ്. എന്നാൽ സത്യത്തിൽ വികാരങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭൗതിക സാന്നിധ്യമായി മാറുന്നുണ്ട്. നമ്മൾ ദേഷ്യത്തെ അടിച്ചമർത്തുന്ന ആളാണെങ്കിൽ അത് നമ്മുടെ കൈകളിലും വിരലുകളിലും അതുപോലെ തന്നെ പല്ലുകളിലും മോണകളിലുമാണ് തങ്ങി നിൽക്കുക. നമ്മൾ അറിയാതെ തന്നെ കൈകൾ മുറുക്കി പിടിക്കുകയോ പല്ലുകൾ കടിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ദേഷ്യത്തെ തടയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ലൈംഗികാഭിലാഷങ്ങളെ നമ്മൾ അടിച്ചമർത്തുകയാണെങ്കിൽ അത് ശരീരത്തിലെ കാമോദ്ദീപകമായ സ്ഥാനങ്ങളിൽ ഒരുതരം മരവിപ്പായി അല്ലെങ്കിൽ കടുപ്പമായി മാറും. ഉള്ളിലുള്ള വ്യക്തി ആ ഭാഗത്തു നിന്ന് പിൻവലിയുന്നത് കൊണ്ട് ആ പ്രദേശം സ്പർശിക്കുമ്പോൾ നമുക്കൊരു തരം തണുപ്പോ മരവിപ്പോ അനുഭവപ്പെടാം. വില്യം റിച്ച് എന്ന മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത് മനുഷ്യരെല്ലാം ഒരു കൂട്ടം രക്ഷാകവചങ്ങൾ ധരിച്ചാണ് ജീവിക്കുന്നതെന്നാണ്. നമ്മൾ നിരന്തരം ഭയത്തിലാണെങ്കിൽ നമ്മുടെ വയറ് കല്ലുപോലെ കടുത്തിരിക്കും. നമ്മുടെ ശരീരം സ്വയം രക്ഷിക്കാൻ വേണ്ടി വയറിനെ മുറുക്കി പിടിക്കുകയാണ് ഇവിടെ. സ്നേഹിക്കപ്പെടാത്തവൻ്റെ ശരീരം ശാരീരികമായി തന്നെ തണുത്തിരിക്കും. സ്നേഹമുള്ളവൻ്റെ ശരീരം എപ്പോഴും ഒരു ഇളം ചൂട് നിലനിർത്തും. നമ്മൾ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ മുറിവേൽക്കപ്പെടുമ്പോൾ ശരീരം അറിയാതെ തന്നെ സ്വയം ഒരു കവചം നിർമ്മിക്കുന്നുണ്ട്. കാലക്രമേണ ഈ കവചം കടുപ്പമായി മാറുകയും ആ ഭാഗത്തെ സംവേദനക്ഷമത നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ കവചങ്ങൾ അഴിച്ചു മാറ്റാൻ, ശരീരത്തിലെ ഈ കടുപ്പത്തെ അയച്ചിടുവാനുള്ള ലളിതമായ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വയറ്, തോളുകൾ, കഴുത്ത് എന്നീ ഭാഗങ്ങളിലൊന്ന് സ്പർശിക്കണം. എവിടെയാണോ കടുപ്പം അഥവാ ടെൻഷൻ അനുഭവപ്പെടുന്നത് അവിടേക്ക് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി കേന്ദ്രീകരിക്കണം. വെറുതെ തൊടുകയല്ല, മറിച്ച് ആ ഭാഗത്തുള്ള വികാരങ്ങളെ അനുഭവിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഭയത്തിൻ്റെ കേന്ദ്രം വയറാണെന്ന് നമ്മൾ കണ്ടു. വയറ്റിലൊന്ന് തിരുമ്മിക്കൊണ്ട് ആ ഭാഗത്തെ പേശികളെ പൂർണ്ണമായും അയച്ചിടാനൊന്ന് ശ്രമിക്കണം. നമ്മൾ വയറ് അയച്ചിടുമ്പോൾ നമ്മുടെ ഭയം അപ്രത്യക്ഷമാകുന്നതായി നമുക്ക് അനുഭവപ്പെടും. നമ്മൾ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നമ്മുടെ നട്ടെല്ല് അയവുള്ളതാണോ എന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഭയരഹിതനാണെങ്കിൽ നമ്മുടെ വയറും നട്ടെല്ലും തനിയെ അയഞ്ഞിരിക്കും. ഈ കവചങ്ങൾ അഴിച്ചു മാറ്റുക എന്നത് വെറുമൊരു ശാരീരിക വ്യായാമം മാത്രമല്ല, അതൊരു വലിയ വിമോചനമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഈ കടുപ്പം കുറയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ദേഷ്യവും ഭയവും അലിഞ്ഞു പോകുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും.
ശരീരം തുറന്നു വന്നാൽ മാത്രമേ ദിവ്യബോധത്തിന് അതിലൂടെ ഒഴുകാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ശരീരത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മൗനത്തിലേക്ക് എത്താമെന്ന് നോക്കാം. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ശരീരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു വലിയ രഹസ്യത്തിലേക്കാണ് കടക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ഉള്ളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ നിശബ്ദതയെ എങ്ങനെ കേൾക്കാം എന്നതാണ് 46ാമത്തെ വിദ്യയുടെ കാതൽ. ശിവഭഗവാൻ നമ്മോട് പറയുന്നു, ചെവികളിൽ വിരലുകൾ അമർത്തി അവയെ അടച്ചു വെച്ചുകൊണ്ട് മലദ്വാരത്തെ സങ്കോചിപ്പിക്കുകയും അകത്തേക്ക് വലിക്കുകയും ചെയ്യുക, അങ്ങനെ ശബ്ദത്തിലേക്ക് കടന്നു ചെല്ലുകയെന്ന്. എന്തുകൊണ്ടായിരിക്കും ഈ വിദ്യയിൽ ചെവികളും മലദ്വാരവും തിരഞ്ഞെടുത്തിരിക്കുന്നത്? അതിന് വ്യക്തമായൊരു ശാസ്ത്രമുണ്ട്. ചെവികൾ വിരലുകൊണ്ട് അടയ്ക്കുമ്പോൾ പുറത്തുനിന്നുള്ള എല്ലാ ശബ്ദങ്ങളും നിശ്ചലമാകും. നാം നമ്മളിലേക്ക് തന്നെ ചുരുങ്ങും. ഇവിടെ മലദ്വാരത്തെ സങ്കോചിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഊർജത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഉള്ളിലേക്ക് തിരിച്ചുവിടുകയാണ്. സാധാരണയായി നമ്മൾ ഭയപ്പെടുമ്പോഴോ അസ്വസ്ഥ വരുമ്പോഴോ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നമ്മൾ ബോധപൂർവം അതിനെ നിയന്ത്രിക്കുമ്പോൾ ഊർജം ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. എല്ലാ ബാഹ്യ ശബ്ദങ്ങളും നിലയ്ക്കുമ്പോൾ നമുക്കുള്ളിൽ ഒരു പ്രത്യേക സൂക്ഷ്മമായ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങും. ഇത് വെറുമൊരു ശബ്ദമല്ല, ഇത് മൗനത്തിൻ്റെ ശബ്ദമാണ്, ശബ്ദമില്ലായ്മയുടെ പ്രതിധ്വനിയാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം നമുക്കിനി. ഇതിന് സൗകര്യപ്രദമായി നട്ടെല്ല് നിവർത്തിയിരിക്കണം. ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ തള്ളവിരലുകൾ കൊണ്ട് ചെവികൾ മൃദുവായി അടയ്ക്കാം. പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും ഇപ്പോൾ വിച്ഛേദിക്കപ്പെടും. ഇനി മലദ്വാരത്തെ മെല്ലെ അകത്തേക്ക് വലിച്ചു ചുരുക്കണം. ഓർക്കുക, ഈ സങ്കോചം അമിതമാകരുത്, എന്നാൽ അത് കൃത്യമായി അനുഭവപ്പെടുകയും വേണം. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ഉള്ളിലേക്ക് തിരിക്കണം. ചെവികൾ അടച്ചതിലൂടെയും ഗുദം സങ്കോചിപ്പിച്ചതിലൂടെയും ശരീരം ഒരു അടഞ്ഞ പാത്രം പോലെയായിത്തീരും. ആ ശൂന്യതയിൽ ഉള്ളിൽ ഉയർന്നു വരുന്ന ആ സൂക്ഷ്മമായ ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ അവസ്ഥയിൽ ചിന്തകൾ പതിയെ അലിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പരിശീലനത്തിൽ നമ്മൾ 2 വശങ്ങളിൽ നിന്നും അടയ്ക്കപ്പെടുകയാണ്. നമ്മുടെ ശരീരം മുഴുവൻ ഈ ശബ്ദത്തെ കൊണ്ട് നിറയും. നമ്മൾ ഈ ശബ്ദത്തെ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തകളുടെ നിരന്തരമായ പ്രവാഹം അവിടെ നിശ്ചലമാകും. ഇത് വലിയൊരു സംതൃപ്തി നൽകുന്ന അനുഭവമായിരിക്കും. ഈ മൗനത്തിൻ്റെ ശബ്ദം ഒരിക്കൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നീട് ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും നമുക്ക് ആ മൗനത്തെ നിലനിർത്താൻ സാധിക്കും. ഒന്നും നമ്മെ ശല്യപ്പെടുത്തുകയില്ല, കാരണം പുറത്തുനിന്നുള്ള ഒന്നിനും നമ്മെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഈ പരിശീലനം നമ്മൾ ദിവസത്തിൽ പലതവണ ചെയ്യാൻ ശ്രമിക്കണം. ഇത് കേവലം ഒരു അഭ്യാസമുറയൊന്നുമല്ല, മറിച്ച് നമ്മുടെ ബോധത്തെ അഖണ്ഡമാക്കുവാനുള്ള വഴിയാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഈ ഗാഢമായ അറിവ് നമ്മെ ആത്മാവിലേക്കുള്ള യാത്രയ്ക്ക് സജ്ജമാക്കും. നമ്മൾ ഇനി ഒരു വലിയ രഹസ്യം കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ മനസ്സെന്ന് നമ്മൾ വിളിക്കുന്ന ആ വലിയ തലം സത്യത്തിൽ നമ്മുടെ വയറിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മാത്രമാണ്. മനസ്സ് ശരീരത്തിലാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മുടെ അറിവിൻ്റെ തുടക്കം. നമ്മുടെ സ്വപ്നങ്ങളുടെ 50 മുതൽ 90% വരെ നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്നവയാണ്. നമ്മൾ അമിതമായി ഭക്ഷണം കഴിച്ചു കിടന്നാൽ ദുസ്വപ്നങ്ങൾ കാണുന്നത് സ്വാഭാവികമാണ്. നിങ്ങളിനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അത് നമ്മുടെ മനസ്സിലെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ വയറിലെ അസ്വസ്ഥതയാണ്. ഇതിനായൊരു ചെറിയ പരിശീലനം നമ്മൾ ചെയ്തു നോക്കണം. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ നെഞ്ചിൽ ഒരു ചെറിയ തലയണയോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ വെച്ച് കിടന്ന് ഉറങ്ങണം. ഉറക്കത്തിൽ അതൊരു വലിയ പാറ പോലെ നമുക്ക് അനുഭവപ്പെടും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണമുള്ളത് കൊണ്ട് ആ ഭാരം നിസ്സാരമായി തോന്നും. എന്നാൽ ഉറങ്ങുമ്പോൾ നമ്മളൊരു കുട്ടിയെ പോലെയായി മാറുകയും ശരീരം കൂടുതൽ സംവേദനക്ഷമമാകുകയും ചെയ്യും. അപ്പോൾ ആ ചെറിയ ഭാരം പോലും
ഒരു ഭീമാകാരമായ രാക്ഷസനായി നമ്മുടെ നെഞ്ചിൽ കയറിയിരുന്ന് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നതായി നമ്മൾ സ്വപ്നം കാണും. നമ്മൾ എത്ര വലിയ സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചാലും അടിസ്ഥാനപരമായി മനുഷ്യൻ ഒരു ജന്തുവാണ്. നമ്മുടെ ശരീരത്തിന് സംസ്കാരത്തെക്കുറിച്ചോ സാമൂഹികമായ മര്യാദകളെക്കുറിച്ചോ അറിയില്ല. ഈ വിടവാണ് പല മാനസിക പ്രശ്നങ്ങൾക്കും കാരണം. മനസ്സ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ശരീരം അതിൻ്റെ ജന്തുസഹജമായ രീതിയിൽ പ്രതികരിക്കും. ഈ സംഘർഷം നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? എന്തുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ഭയം വരുമ്പോൾ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത്? ഉദാഹരണത്തിന്, ഭയപ്പെടുമ്പോൾ മലമൂത്ര വിസർജനം നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ മനസ്സിന്റെ നിയന്ത്രണം തകർന്നു പോകുകയാണ്. ശരീരം അതിൻ്റെ ജന്തുസഹജമായ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ്. ഭീരുവായ ഒരുവൻ ഭയപ്പെടുമ്പോൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശരീരം തനിയെ വയറ്റിലെ ഭാരം കുറയ്ക്കാൻ ശ്രമിക്കും. പ്രകൃതി ഒരുക്കിയ അതിജീവന തന്ത്രമാണിത്. നിർഭയനായ ഒരുവനിൽ ഈ അടിയന്തര സാഹചര്യത്തിലും മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ വയറും മനസ്സും തമ്മിലുള്ള ഈ ബന്ധം വെറും വാക്കുകളല്ല. നമ്മുടെ ലക്ഷ്യം ശരീരവും മനസ്സും തമ്മിലുള്ള ഈ വിടവ് ഇല്ലാതാക്കുകയാണ്. വയറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയാൽ സ്വപ്നങ്ങളെയും വികാരങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരം നമ്മുടെ ശത്രുവല്ല, മറിച്ചത് നമ്മുടെ ബോധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പല വിദ്യകളിലൂടെ നമ്മൾ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. എന്നാൽ ജീവിതം എന്നത് ഒരു ധ്യാനമുറി മാത്രമല്ല. ഓഫീസിലെ തിരക്ക്, ബസ്സിലെ ബഹളം, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. ഈ ബഹളങ്ങൾക്കിടയിലും നമുക്കെങ്ങനെ ആ മൗനത്തെ കൂടെ കൊണ്ടു നടക്കാം? പലരും കരുതുന്നത് ധ്യാനം എന്നത് ദിവസത്തിൽ 1 മണിക്കൂർ മാത്രമുള്ള ഒന്നാണെന്നാണ്. എന്നാൽ അത് തെറ്റാണ്. നമ്മുടെ ഈ 46ാമത്തെ വിദ്യ നമ്മൾ ദിവസത്തിൽ 5ഓ 6ഓ തവണ ചെയ്യാൻ ശ്രമിക്കണം. ഓരോ തവണയും 1 മിനിറ്റ് മാത്രം മതി. ഓഫീസിൽ അല്പം വിശ്രമിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇത് ആവർത്തിച്ചു ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് ആ മൗനം ശീലിക്കാൻ സഹായിക്കും. ക്രമേണ നമ്മൾ ആ മൗനത്തിലേക്ക് പെട്ടെന്ന് തന്നെ വഴുതി വീഴാൻ പഠിക്കും. ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുമ്പോഴോ ചുറ്റും ആളുകൾ ബഹളമുണ്ടാക്കുമ്പോഴോ പുറം ലോകത്തെ ശബ്ദങ്ങളുമായി നമ്മൾ യുദ്ധം ചെയ്യരുത്. അതിനു പകരം നമുക്കുള്ളിലേക്കൊന്ന് തിരിഞ്ഞ് നമ്മുടെ ആ ആന്തരികമായ സംഗീതം കേൾക്കാൻ ശ്രമിച്ചാൽ എത്ര മനോഹരമായിരിക്കും. ആ സൂക്ഷ്മമായ ശബ്ദവുമായി നമ്മൾ ഒന്നായി തീരുമ്പോൾ പുറം ലോകത്തെ അലർച്ചകളും ബഹളങ്ങളും നമ്മെ അസ്വസ്ഥമാക്കില്ല. മറിച്ച് നമ്മളൊരു നിരീക്ഷകനായി മാറും. അപ്പോൾ ബഹളങ്ങൾ തിരമാലകളെ പോലെ വരികയും പോകുകയും ചെയ്യും. എന്നാൽ ആ സമുദ്രമായ നമ്മൾ ശാന്തമായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ മൗനം മാറണം. ഓഫീസിലെ ഫയലുകൾക്കിടയിലും യാത്രക്കിടയിലും ഈ മൗനം കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ഷീണിക്കില്ല. ഈ മൗനമാണ് നമ്മെ ഏറ്റവും വലിയ ഊർജ്ജസ്വലനാക്കുന്നത്. 46ാമത്തെ വിദ്യയുടെ ശാസ്ത്രീയമായ പൂർണ്ണത എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഊർജത്തെയും നിയന്ത്രിക്കുക എന്നതാണ്. ചെവികൾ വിരലുകൊണ്ട് അടയ്ക്കുമ്പോൾ പുറത്തുനിന്നുള്ള എല്ലാ ശബ്ദങ്ങളും നിശ്ചലമാകുകയും പുറം ലോകം നമ്മെ ബാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. മലദ്വാരത്തെ സങ്കോചിപ്പിക്കുമ്പോൾ പുറത്തേക്ക് പോകേണ്ട ഊർജം ഉള്ളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കപ്പെടുകയും ആന്തരിക ലോകം ഉണരുകയും ചെയ്യും. ഈ 2 വാതിലുകളും അടയ്ക്കുമ്പോൾ ഊർജം എങ്ങോട്ടും പോകാനില്ലാതെ ഉള്ളിൽ തിങ്ങി നിറയുകയും വ്യക്തി താൻ ആരാണെന്നുള്ള സ്വയം അസ്തിത്വത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ശരീരം എന്നത് വെറുമൊരു മാംസപിണ്ഡമല്ല, മറിച്ച് ആത്മാവിലേക്കുള്ള ഒരു വാഹനമാണെന്ന ബോധം നമ്മിൽ ഉറയ്ക്കണം. ഈ മൗനം ധ്യാനമുറിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. പരിശീലനം കഴിയുമ്പോഴും ഈ ആന്തരിക നിശബ്ദത എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടാവണം. തിരമാലകളെപ്പോലെ സുഖദുഃഖങ്ങൾ വരികയും പോകുകയും ചെയ്യും. എന്നാൽ സമുദ്രമായ ഞാൻ ശാന്തനായിരിക്കുമെന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് ആഴമേറിയ മൗനത്തിൽ അലിയുക എന്നതാണ് ഈ വിദ്യയുടെ സന്ദേശം. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.